അങ്ങനെ ഞങ്ങൾ ഇവന്റിന് പോകാൻ വേണ്ടി ഇവന്റ് അല്ലല്ലോ പറയാ, എന്താണ് റിസപ്ഷൻ ആവാൻ വേണ്ടി ഞങ്ങൾ റെഡിയായി. അപ്പോൾ പൊട്ട് വെച്ചിട്ടില്ല ആൻറ്റി സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. കണ്ടോ, ഇപ്പോൾ എത്ര വയസ്സ് കുറഞ്ഞു? 10 വയസ്സ് കുറഞ്ഞു സുന്ദരി. ഹായ് ഹായ്. കണ്ടോ നീതുവിന്റെ കുഞ്ഞാവേ. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് പറഞ്ഞോളാം. വളരെ നല്ല അഭിപ്രായം. ഇതുപോലെ ആക്റ്റീവ് ആയിട്ടിരിക്കണം പെൺകൊച്ചുങ്ങളായി കഴിഞ്ഞാൽ. കണ്ടോ, കേട്ടല്ലോ എൻ്റെ അമ്മായിയമ്മ എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാരെ കേട്ടല്ലോ. കേട്ടോളൂ. കൊട്ടേഷൻ വരുമോന്നൊക്കെയാണ് ആൻറ്റി ഇപ്പം ചോദിക്കുന്നത്. കണ്ട, ബദ്രി റെഡിയായി, ഞാൻ റെഡിയായി കേട്ടോ. എൻ്റെ സാരിയുടെ ഫുൾ ലുക്ക് ഞാൻ ആൻറ്റി കൊണ്ട് വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചു കേട്ടോ. എനിക്കിങ്ങനെ വീഡിയോസിൽ ഫുൾ കാണിക്കാൻ പറ്റും. ഞാൻ ഇവന് കൊക്കുന്നതുകൊണ്ട് ടർക്കിയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇവനെ കൊണ്ട് ഇവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയാൽ. അപ്പോൾ ഇവൻറ്റിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ വെൽക്കം ചെയ്യണ സ്ഥലമായിട്ടത്. നമ്മൾ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമുള്ളൊരു ഫങ്ഷനായിരുന്നു കേട്ടോ, വേറെ ആരും. അങ്ങനെ വെൽക്കം ചെയ്യട്ടോ. ഇത് ചെറുക്കൻ്റെ അച്ഛനും അമ്മയായും വെൽക്കം ചെയ്തു. അതാണ് ഭംഗി. The same huge round of applause. Her father, Mr. Muguthan K, and mother, Mrs. Oh my God. Turn the lights down low. Put some music on the song. Uncle is very energetic, അല്ലേ? നിങ്ങൾ നല്ല എനർജി ഓൾവേസ് ഇങ്ങനെയാണോ? നല്ല എനർജറ്റിക് ആണോ? ഓക്കെ, ആ എനർജിയാണ് എനിക്ക് തോന്നുന്നു രേഷ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഓൾ റൈറ്റ്. ഓക്കെ, അപ്പൊ പാരന്റ്സ് എത്തി. രേഷ്മ ആൻഡ് സച്ചിൻ ഇപ്പൊ സ്റ്റേജ് കംപ്ലീറ്റ് ആയോ? തീർച്ചയായും ഇല്ല. പാരന്റ്സ് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഹൃദയത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ് നമ്മുടെ സിബ്ലിങ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സിബ്ലിങ്സ് വളരെ. ഈ ഫോട്ടോയിൽ കാണുന്ന കേട്ടോ അനിയൻ കിച്ചു, നിതിനെ മിസ് ചെയ്യുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ പോയിട്ട് ഏട്ടനായിട്ടൊരു ഫോട്ടോ വീഡിയോ എടുത്തിട്ടോ. ഏട്ടനെ ഇവിടെ ഇരിക്കുന്നുണ്ട് ബദ്രീനെ വെച്ചിട്ട്. ഞാൻ പിന്നെ അവിടെ വിരസ്തി നടക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ഫാമിലി ഫോട്ടോ. പക്ഷേ എൻ്റെ നിതിൻ മിസ്സിങ് ആണ്. നിധി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഈ ഫ്രെയിം കംപ്ലീറ്റ് ആണെങ്കിൽ നിതിൻ വേണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പിക്ക് എടുത്തതാണ് കേട്ടോ. ആദ്യനെ പിടിച്ചിട്ട് കിട്ടണില്ല, അതുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നവർ തമ്മിൽ ഫോട്ടോസ് എടുത്തു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്റ്റേജ് നമുക്ക് ഫോട്ടോ സെഷന് വേണ്ടി ഓപ്പൺ ചെയ്യാം. താങ്ക് യു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ട് ഫോട്ടോസ് എടുത്തിട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടിക്ക് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ പിന്നെ വൈകിട്ടത്തെ പരിപാടിക്ക് എന്തായാലും ഫുൾ സൈസ് ഫോട്ടോ എടുക്കണമെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാട്ടോ. പിന്നെ അച്ഛനും അമ്മയും ആൻറ്റി അങ്കിളും ഏച്ചിയും കൂടി ഇന്നൊരു ഫോട്ടോ എടുത്താട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് നേരം മാറ്റി വെച്ചു. എന്തായാലും അത് കഴിഞ്ഞ് ആദ്യമൊന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ടൊരു ഫോട്ടോ എടുത്താട്ടോ. എന്തായാലും അടിപൊളി ഫങ്ഷനായിരുന്നു. കല്യാണമായാലും പാർട്ടി ആണെങ്കിലും ഒക്കെ നല്ല ഹാപ്പി ആയിരുന്നു. അതുപോലെ അവരുടെ ജീവിതത്തിൽ എന്നും ഹാപ്പിനെസ് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.